പച്ചരി ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. തലേ ദിവസം കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇത് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു വേവിച്ച ഉരുളൻകിഴങ്ങാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചതച്ച ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലോട്ട് ഇനി ചെറിയൊരു കഷ്ണം സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു ചെറിയ ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിയില അല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ വീട്ടിൽ നിന്ന് തന്നെ മല്ലിൻ്റെ ഇല എടുത്തതാണ്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വെജിറ്റബിൾസൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ്. ഉരുളക്കിഴങ്ങും കൂടിയും ചേർത്ത് നല്ലതുപോലെ നല്ലൊരു എല്ലാ ഭാഗത്തും ഇതിനുണ്ടാവുക വെജിറ്റബിൾസൊക്കെ എത്തുന്ന പോലെ. അപ്പം നമുക്കിനി കുറച്ച് അപ്പക്കാരവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കുറച്ച് മതി. അപ്പോൾ അത് നല്ലതുപോലെ അധികം ലൂസും ആവേണ്ട, അധികം ടൈറ്റും ആവേണ്ട കേട്ടോ. ഈ നമ്മളുടെ മാവ് അടി കൊഴിഞ്ഞിട്ടുള്ളൊരു ചട്ടി എടുക്കാം കേട്ടോ ഇതിന്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള അലൂമിനിയൻ്റെ ചീനച്ചട്ടി ആയാലും കുഴപ്പമില്ല, വെള്ളപ്പച്ചട്ടി എടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് മാവ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതാ ഇവിടെ നമ്മളപ്പം നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് സമയം നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം. ഇതാ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതാ ഇവിടെ ഇത്ര എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്നാൽ നല്ല പദം ഉണ്ടാവും കേട്ടോ. നല്ല സോഫ്റ്റാണിത്. കാണാനും നല്ല ഭംഗിയാണ്. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.